കുപ്പിയിലെ അവസാനത്തെ തുള്ളിയും അയാൾ ഗ്ലാസ്സിലേക്ക് പകർന്ന് അണ്ണാക്കിലേക്ക് കമഴ്ത്തി. ഒരിറക്ക് കഴിച്ചതിന് 1000 ജന്മങ്ങളാൽ ഒന്നിച്ച ബന്ധം അറുത്തുമുറിച്ചെറിഞ്ഞപ്പോൾ പിന്നെ വാശിയായിരുന്നു. അതാണിപ്പോൾ പതിവായി മാറിയത്. വേച്ച് കണ്ണാടിയുടെ മുമ്പിലെത്തി. ആകെ അഴുക്കും ചേറും നിറഞ്ഞ പ്രാകൃതമായ ഒരു വേഷം. വെളുപ്പിന് കാളകൾക്ക് പുല്ല് കുടഞ്ഞിട്ട് പാടത്തിലിറങ്ങി കള പറിച്ച് കയറിയപ്പോൾ ഉച്ചയായി. തോട്ടിലെ വെള്ളത്തിലിറക്കി 2 മൂരിയെയും കുളിപ്പിച്ച് വന്ന് ആലയിൽ കെട്ടാൻ പോയപ്പോഴാണ് ഇന്നലെ പാതിരാവോളം കുടിച്ച് ബാക്കി വെച്ച കുപ്പിയുടെ സ്മരണ ഉണ്ടായത്. അതാണിപ്പോൾ വായയാകുന്ന ഹോമകുണ്ടത്തിൽ സ്വാഹ ആക്കിയത്. അയാൾ കത്രിക കയ്യിലെടുത്ത് തോളും കഴിഞ്ഞ് വളർന്നിരിക്കുന്ന മുടി തലയിൽ ഇത്തിരി കുറ്റിവെച്ച് ബാക്കിയെല്ലാം മുറിച്ചു കളഞ്ഞു. മുടികളൊക്കെ ശേഖരിച്ച് എല്ലാ പ്രാവശ്യവും ഉണ്ടാക്കുന്നത് പോലെ നല്ലൊരു വിഗ് അതിനാൽ ഉണ്ടാക്കി. കഴിഞ്ഞ 20 വർഷമായി ഓരോ വർഷവും സ്ഥിരമായി 1 വർഷം മുറിക്കാതെ വളർത്തുന്ന മുഴുവൻ മുടിയും മുറിച്ചെടുത്ത് 1-2 വിഗ് ഉണ്ടാക്കും. ജില്ലാ ആസ്ഥാനത്തുള്ള ആ ക്യാൻസർ സെൻ്ററിലേക്ക് കൊണ്ടുപോയി കൊടുക്കുകയാണ് പതിവ്. നാടകത്തിനു വേണ്ട അലങ്കാര ചമയങ്ങളും മറ്റ് കലാസാമഗ്രികളും ഉണ്ടാക്കി വിൽക്കുക എന്നത് അയാളുടെ ഒരു വരുമാന മാർഗവും വിനോദവും കൂടിയാണ്. കർഷക സമ്പന്നനായ പിതാവിൻ്റെ ഒരേയൊരു മകനായ അയാൾ സാധാരണ ജീവിതം നയിക്കുന്നതിൽ സംതൃപ്തി കണ്ടെത്തിയ ആളാണ്. അയാളുടെ സമ്പത്തും സൗന്ദര്യവും കണ്ട് മോഹിച്ചാണ് തൻ്റെ മകളെ പട്ടണത്തിലെ ആ പ്രമാണി വിവാഹം കഴിച്ചു കൊടുത്തത്. സ്ഥിരമായി കലയെയും കരകൗശലത്തെയും സ്നേഹിച്ച ആളെ അവൾക്കത്ര പിടിച്ചില്ല. ഓരോ കോപ്പുകളും ഉണ്ടാക്കുമ്പോഴും അതിൻ്റെ പൂർണ്ണതയിൽ എത്താതെ അയാൾ ഭക്ഷണമോ കുളിയോ ഒഴിവാക്കിയത് വ്യക്തിത്വ വൈകല്യം ഊട്ടിയുറപ്പിച്ചു. വിയർത്താലും കുളിച്ചില്ലെങ്കിലും ചില മഹാന്മാരുടെ ദേഹത്ത് നിന്ന് വരുന്ന കസ്തൂരി ഗന്ധം അയാളിൽ ഉണ്ടായിരുന്നു. നാളുകൾ നീണ്ടു നിൽക്കുകയും ഭംഗിയുറ്റതുമായ കർമ്മഫലം കാണുമ്പോൾ അയാൾ അമിതമായി ആഹ്ലാദിക്കുകയും സന്തോഷം പ്രകടിപ്പിക്കുകയും ചെയ്യുന്നത് ദാമ്പത്യ ജീവിത സന്തോഷത്തിൻ്റെ താളം തെറ്റിച്ചുകൊണ്ടാണെന്ന് അയാൾ തിരിച്ചറിഞ്ഞില്ല. എങ്കിലും കിട്ടുന്ന സമയങ്ങളിൽ അവൾ അയാളെ തൻ്റെ കരവലയത്തിൽ മണിക്കൂറുകളോളം പൊതിഞ്ഞു കിടക്കും. അയാൾ ചൊരിയുന്ന കാമവും ലൈംഗികതയും അഗ്നി പോലെ പൊള്ളിക്കും. കാരിരുമ്പിൻ്റെ കരുത്തുള്ള അയാളുടെ പൗരുഷം എത്ര നേരം വേണമെങ്കിലും അവളിൽ അഗ്നി വർഷിക്കും. എങ്കിലും അവളുടെ ജീവിത നിലവാരത്തോടുള്ള അടങ്ങാത്ത വാഞ്ച അയാളുടെ ആ കഴിവുകളും ഭേദിക്കുന്നതായിരുന്നു. ആ ഉള്ളിൽ അതിൻ്റെ കനൽ എരിയുന്നുണ്ടെങ്കിലും ആ കിടത്തത്തിൽ ഒരു സുരക്ഷിതത്വത്തിൻ്റെ ഗന്ധമുണ്ടായിരുന്നു. അനുകൂല ഊർജമുണ്ടായിരുന്നു. ജന്മജന്മാന്തര ഐക്യത്തിൻ്റെ ശക്തിയുണ്ടായിരുന്നു. ആത്മസംതൃപ്തിയും ആത്മബലവും നൽകുന്ന ആ നിമിഷങ്ങളെ ഭൗതിക മോഹങ്ങൾക്ക് വേണ്ടി തുടിക്കുന്ന ആ മനസ്സറിയാൻ കൂട്ടാക്കിയില്ല. സുരക്ഷ നിറയുന്ന ആ വേളകളെ അവൾക്ക് ഭയമായി. ഇതുപോലെ മനസ്സ് കൈവിട്ടു പോകുന്ന നിമിഷങ്ങളെ പരമാവധി ഒഴിവാക്കണം. അവൾ അയാളിൽ നിന്നും കുതറി മാറി. പട്ടണത്തിലുള്ള കാമുകനോടൊത്തുള്ള തൻ്റെ വരുംദിന പദ്ധതി നടക്കാതെയായാലോ? അയാളുടെ ബീജാവാപങ്ങൾ ഏറ്റുവാങ്ങാൻ അവൾ തയ്യാറായില്ല. നിസ്സാര കാര്യത്തിനായി ഉള്ള അയാളുടെ കുറുമ്പുകൾ അവൾ വളർത്തി. ദുഃഖത്തോടെ ചെമ്പൻ കുഞ്ഞിൻ്റെ വാറ്റുകേന്ദ്രത്തിൽ പോയി ഇത്തിരി അകത്താക്കി വന്ന ആ ദിനം അത് വളർന്ന് തൻ്റെ കവിളിൽ അയാളുടെ വിരൽപ്പാടുകൾ ഉണ്ടാക്കിയപ്പോൾ അവൾക്ക് അതൊരു ആയുധമായി. പിന്നെ അവൾക്ക് മോചനത്തിന് ചിന്തയായി. മക്കളില്ലാത്ത അവർക്ക് എത്രയും പെട്ടെന്ന് അയാളെ ഇട്ടു പോകാനായി മനസ്സ് കൊതിച്ചു. ഒടുവിൽ അവൾ പോയി. അക്കരപ്പച്ചയുടെ ശീതളിമയിൽ ഒരു മനുഷ്യജന്മം പാഴാക്കാതെ ആ പൈങ്കിളി പാറിപ്പോയി എന്ന് തന്നെ പറയണം. സ്വതന്ത്രമായ വിഹായസിൽ ചിറകുകൾ മുളച്ച കടിഞ്ഞാണില്ലാത്ത കുതിരകളെപ്പോലെ ഇണയെ കണ്ടെത്തി അവൾ ഭൗതികതയിൽ ആറാടി തിമിർത്തു. സത്യത്തിൽ അതും ജീവിത സൗഭാഗ്യങ്ങളിൽ പെട്ടതാണ്. മുരടിക്കാത്ത മുഷിയാത്ത വാഴ പോലെ വളരുന്ന ഭൗതിക കർമ്മഗുണം. തലമുടിയുടെ മണമില്ലാത്ത അയാളുടെ പ്രത്യേക ഗന്ധം വമിക്കാത്ത ഒരു നല്ല ജീവിതത്തിലെ സുഖസമൃദ്ധികൾ അവൾ വാനോളം വാരി നുകർന്നു. അപ്പോഴും അയാൾ തൻ്റെ കരകൗശലവും കൃഷിയുമായി പാടത്തും വരമ്പത്തും അലഞ്ഞു. ആസ്ഥാന അർബുദ കേന്ദ്രത്തിൽ അയാൾ മുടിയാൽ നൽകുന്ന ഉപഹാരങ്ങൾ വാങ്ങിക്കുന്ന ഒരു കമ്പൗണ്ടർ സുഹൃത്തുണ്ടായിരുന്നു. ഇപ്രാവശ്യവും പതിവ് പോലെ അയാൾ അവിടെ അത് ഏൽപ്പിച്ച് മടങ്ങി. കീമോ കഴിഞ്ഞിറങ്ങിയ അവളുടെ അവസാനത്തെ മുടിയും വേർപെടുമ്പോൾ കമ്പൗണ്ടർ നൽകിയ ആ വിഗ് അവൾ എടുത്തണിഞ്ഞു. വൃത്തിയാക്കി കൊണ്ടുവന്ന മുടിയിലും അവൾക്ക് ആ ഗന്ധം നുകരാൻ പറ്റി. അവൾ അത്ഭുതപ്പെട്ടു. അതവൾക്ക് പരിചയമുള്ള ഗന്ധമായിരുന്നു. അത് അയാളുടെ ഗന്ധമായിരുന്നു. അയാളുടെ മാത്രം ഗന്ധം. ആർത്തിയോടെ അത് വലിച്ചു കയറ്റി. അവളുടെ പരമാണുവിൽ അത് ലയിച്ചു ചേർന്നപ്പോൾ പിന്നെ ഒരു സൂക്ഷ്മാണുവിന് അവളുടെ ശരീരത്തിൽ വിജയിക്കാനായില്ല. എല്ലാം മറന്ന് ഇനിയും അത് ഒരുപാട് നൽകാൻ അയാൾക്കിഷ്ടമാണെന്നറിഞ്ഞപ്പോഴും ഒരു തേങ്ങൽ. മഹാമാരിയാണെന്നറിഞ്ഞപ്പോൾ അകന്നുപോയ കാമുകൻ. തൻ്റെ സ്വാർത്ഥതയ്ക്ക് ഉള്ള ശിക്ഷയാണെല്ലാം. പരിപൂർണ സൗഖ്യം പ്രാപിച്ച അവൾ തെറ്റുകൾ ഏറ്റുപറഞ്ഞ് ആ പാദങ്ങളിൽ കണ്ണുനീർ ഇറ്റിച്ചു. അയാൾ അവളെ മൂരികളും കിളികളുമുള്ള പാടവും വരമ്പും ഉള്ള അയാളുടെ കസ്തൂരിഗന്ധം വമിക്കുന്ന ലോകത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. സുരക്ഷിതമായ ഭർതൃലോകം. ഇതൊക്കെയാവാം പതിപത്നിമാരുടെ ജന്മജന്മാന്തര ബന്ധം നൽകുന്ന സുരക്ഷ. മഹത്തരമാണെന്ന് ലോകം പ്രകീർത്തിക്കുന്നത്.
ഈ കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തൂ. കൂടുതൽ കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.